ഞാൻ ഇന്നലെ ഒരു കാർ പോയി കണ്ടു. ആ കാറിലാണെങ്കിൽ ഒന്നുമില്ല, എന്തിന് ബമ്പറിൽ പെയിന്റ് പോലും അടിച്ചില്ല. അതെന്താ അങ്ങനെ? എടാ, ഇതാണ് കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കാർ നിർമ്മാതാവിന്റെ ഉൽപ്പന്നത്തിന്റെ വില കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രമാണ്. അതെന്താ സംഭവം? അതായത് ഒരുപാട് സാധനങ്ങൾ കുറച്ച് ഇതൊരു ബഡ്ജറ്റിൽ കൊണ്ടുവരാം. മാത്രമല്ല ഇൻഷുറൻസ് പ്രീമിയത്തിലും വലിയ വ്യത്യാസമാണ് വരുന്നത്. അതെന്താണ് അങ്ങനെ വരുന്നത്? നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു സ്വിഫ്റ്റ് എടുക്കാം. സ്വിഫ്റ്റിന്റെ ഒരു ബേസ് വേരിയന്റ് 6 ലക്ഷം രൂപ, അതുപോലെ ടോപ്പ് വേരിയന്റ് 8 ലക്ഷം രൂപ കിട്ടും. ഈ 8 ലക്ഷം രൂപ കിട്ടുന്നതും 6 ലക്ഷം രൂപ കിട്ടുന്നതും വണ്ടി സെയിം ആണെങ്കിലും ഫീച്ചർ വൈസ് നിരവധി വ്യത്യാസങ്ങളുണ്ട്. അതെന്താ അങ്ങനെ? നേരത്തേക്ക് കാറുകളുടെ ഏറ്റവും ബേസ് വേരിയന്റിൽ പവർ സ്റ്റിയറിംഗ് പോലും നൽകില്ല. അതുപോലെ തന്നെ ബമ്പർ, ORVMs, അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ എന്നിവരൊന്നും പെയിന്റ് നൽകത്തില്ല. അതുപോലെ തന്നെ വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ടാവത്തില്ല, സെൻട്രൽ ലോക്ക് ഉണ്ടാവത്തില്ല, ഫോഗ് ലാമ്പ് ഉണ്ടാവത്തില്ല, വീൽ കപ്പുകൾ പോലും നൽകത്തില്ല തുടങ്ങി നിരവധി കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായി ഒഴിവാക്കുന്നു. അതിനാൽ തന്നെ ഇത് വില കുറയുന്നതുമാണ്. എടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയന്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരുപാട് അക്സസറീസ് ഇടുന്നില്ല, ലാഭം മതി. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പക്ഷേ എങ്കിൽ ചില ടോപ്പ് വേരിയന്റ് നൽകുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ്